1 ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നവരോടാണ് ഈ ഒരു കാര്യം. കാരണം ഞാൻ ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യണമെന്ന് പറയാൻ വിചാരിക്കുന്നത്. ശരിക്കും പറഞ്ഞാൽ നമ്മൾ ഈ ഒരു ആശയം നമ്മൾ ചിന്തിച്ച് തന്നെ പലരും ഈ മേഖലയിൽ സ്ട്രഗിൾ ചെയ്യുന്നുണ്ട്. സ്ട്രഗിൾ ചെയ്യുന്ന പറഞ്ഞാൽ ആർക്കും ഡൗട്ട് പറഞ്ഞു കൊടുക്കാൻ ആരുമില്ല, വർക്കിനെ കുറിച്ച് പറയാൻ ആരില്ല, പോയി പഠിക്കാനുള്ള സാമ്പത്തികമില്ല. അങ്ങനെ പല രീതിയിൽ പ്രശ്നം ഫേസ് ചെയ്യുന്ന ടെക്നീഷ്യന്മാരുണ്ട്. ടെക്നീഷ്യന്മാരെ സഹായിച്ചാൽ തീർച്ചയായും ഞാൻ ഒരു കാര്യം പറയാം, എനിക്ക് ഞങ്ങളുടെ ഒരു ലൈഫിൽ തന്നെ ഒരുപാട് എക്സാമ്പിൾസ് ഉണ്ട്. നിങ്ങൾ മറ്റൊരാളെ ഒരു പ്രതീക്ഷയും ഇല്ലാതെ സഹായിച്ചു കഴിഞ്ഞാൽ തീർച്ചയായും നിങ്ങൾക്ക് അതിൻ്റെ റിട്ടേൺ ലഭിക്കുക തന്നെ ചെയ്യും. ചിലപ്പോൾ അയാൾ അത് തരണമെന്നില്ല, വേറൊരു ആളിലൂടെയാണ് എനിക്ക് കിട്ടുക. അപ്പോൾ ഞാൻ ഓൾറെഡി പറഞ്ഞ പോലെ തന്നെ നിങ്ങൾ മറ്റുള്ളവർക്ക് നോളജ് ഷെയർ ചെയ്യാനുള്ള ഒരു ശ്രമം നിങ്ങളുടെ ഭാഗത്ത് നിന്നാണ്. രണ്ടാമത്തെ കാര്യം പറയാം, ഇതൊരു വലിയ ടീമാണ്. നിങ്ങളിപ്പോൾ ചിലപ്പോൾ എന്നെ കാണുന്നുണ്ടാവും, ഈ ചിലപ്പോൾ ക്ലാസ് എടുക്കുന്ന ഫാക്കൽറ്റീസിനെ കാണുന്നുണ്ട്. ഇതിൻ്റെ പിന്നിൽ എഡിറ്റേഴ്സ് ടീമുണ്ട്, വീഡിയോ ഷൂട്ട് ചെയ്യുന്നവരുണ്ട്, അതുപോലെ തന്നെ ഒരുപാട് ഇത് കോർഡിനേറ്റ് ചെയ്യുന്ന ആൾക്കാരുണ്ട്. എൻ്റെ പോലെ ഒരുപാട് പേരുടെ എഫേർട്ടാണ് ഈ 100 എപ്പിസോഡെല്ലാം കഴിഞ്ഞും ഇത് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും പറഞ്ഞാൽ ഇത് ഒരു എഫേർട്ട് ഇതിൻ്റെ ഭാഗമായിട്ടാണ്. അപ്പോൾ ഞാൻ എപ്പോഴും ഓഫീസിൽ വന്നാലും എന്നോട് പറയുന്നൊരു കാര്യമാണ്, സാറേ പലരും ടൈമിൻ്റെ ഒരു പ്രശ്നം പറയുന്നുണ്ട്. തീർച്ചയായും ഞങ്ങൾ 5 മണിക്കായിരുന്നു തുടങ്ങിയത്. 5 മണി ടു 6 മണി എന്നുള്ളത് മാറ്റി ഒരുപാട് പേരോട് സജഷൻ എടുത്തിട്ടാണ് 9 to 10 എന്നുള്ള രീതിയിൽ നമ്മളാക്കിയത്. ഇപ്പോൾ പലരും പറയുന്നത് 10 to 11 മതി എന്ന് പറഞ്ഞു. അപ്പോൾ നിങ്ങളുടെ നിർദ്ദേശങ്ങളൊക്കെ പാലിക്കപ്പെടും. ഞാൻ അതിനു വേണ്ടിയുള്ള എല്ലാ ശ്രമമാണ്. കാരണം ഇത് നിങ്ങൾക്ക് തന്നെ അറിയാം, ഒരു ക്ലാസ് ഇങ്ങനെ ഒരു പർട്ടിക്കുലർ ടൈമിൽ ഇങ്ങനെ കൊടുക്കണമെങ്കിൽ ചുരുങ്ങി പറഞ്ഞ ഒരു ഞങ്ങൾക്ക് തന്നെ പറയാൻ ഒരു തുക വരുന്നുണ്ട്, ഒരു വൻ തുക. പക്ഷേ ആ തുക നിങ്ങളോട് ക്ലാസ്സിൻ്റെ ചാർജ് കൂട്ടാനോ പറയാനല്ലേ ഈ വീഡിയോ. അപ്പോൾ നിങ്ങളെ കൺസെപ്റ്റ് ഇത്രയേ ഉള്ളൂ. അവർ നമുക്ക് ഈ ആപ്പിൻ്റെ ഓതറൈസേഷൻ എന്ന ഒരു അനൗൺസ്മെൻറ്റ് എന്താണെന്ന് പറഞ്ഞാൽ നിങ്ങളിപ്പം ടൈം ഷിഫ്റ്റ് ചെയ്യുന്ന കുറിച്ച് ചിന്തിക്കില്ല. നിങ്ങൾക്ക് വേണമെങ്കിൽ 2 hour എക്സ്റ്റെൻഡ് ചെയ്ത് തരാം, അതായത് 9 to 11 തരാം. മാക്സിമം ഇതിൻ്റെ വ്യൂവർഷിപ്പ് കൂട്ടാം. ഒരു 1000+ വ്യൂവർഷിപ്പ് വരുന്ന ഒരു ഘട്ടത്തിലേക്കാണ് നിങ്ങളുടെ ക്ലാസ് പോകുന്നതെങ്കിൽ അതിൻ്റെ നീഡ് അവർക്ക് മനസ്സിലായിക്കൊണ്ട് തന്നെ എന്ത് ചെയ്യും, അവർ 2 hour തരും. അപ്പോൾ നിലവിലുള്ള ഇതിന് ഞങ്ങൾ അതിനു വേണ്ടി മാക്സിമം വീഡിയോ ചെയ്യുന്നുണ്ട്, മാക്സിമം ആളിലേക്ക് എത്തിക്കാനുള്ള ശ്രമം നമ്മൾ ഇതാക്കുന്നത്. മേ ബി നമ്മളാൽ കഴിയുന്ന വിധം വിത്തിൻ ഒരു 2-3 മാസം കൊണ്ടോ ഇതൊരു ദിവസം 1000 പേര് കാണുന്ന ക്ലാസ് ആക്കി മാറ്റുക തന്നെ ചെയ്യും. ഇതിനു വേണ്ടി നിങ്ങൾ ചെയ്യേണ്ട ഇത്രയേ ഉള്ളൂ, മാക്സിമം നിങ്ങളുടെ സുഹൃത്തുക്കളെ ഈ ക്ലാസ് കാണിക്കാൻ വേണ്ടി മാക്സിമം അവരിലേക്ക് ഈ 150 ക്ലാസ്സിന് ആശയം എത്തിക്കുക. കാരണം നിങ്ങളും കൂടി വിചാരിച്ചാൽ നമുക്ക് പെട്ടെന്ന് ആ നമ്പറിൽ എത്തും. അപ്പോൾ സമയം ചോദിക്കുന്നവർ എത്ര തവണ ഈ വീഡിയോ സ്റ്റാറ്റസ് ഇട്ടിട്ടുണ്ട്, എത്ര പേർക്ക് ഷെയർ ചെയ്തിട്ടുണ്ട്, നിങ്ങൾ പറയും ഇത് നോളജാണ്. ഈ നോളജ് നിങ്ങൾക്ക് കിട്ടിയാൽ അപ്ഡേറ്റ് ചെയ്തവർക്ക് ഫ്യൂച്ചറുള്ളൂ എന്നുള്ള കാര്യം എല്ലാ ടെക്നീഷ്യന്മാരും തിരിച്ചറിയണം. അപ്പോൾ ഒരു മിനിമം ഒരു 1000 പേര് നമ്മളെ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്ന ഒരു കോഴ്സിലേക്ക് എത്തുവാണെങ്കിൽ തീർച്ചയായും 9 to 11 ഇത് ഫോൺടെക് തരുന്ന വാക്കാണ്. അപ്പം നിങ്ങൾ ചെയ്താലും ചെയ്തില്ലെങ്കിലും ഞങ്ങളുടേതായിട്ടുള്ള ശ്രമം നടക്കുന്നുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് ഒരുപാട് വ്യൂവേഴ്സ് ഇപ്പോൾ കൂടുന്നുണ്ടെന്ന് പറഞ്ഞാൽ ഒരുപാട് സന്തോഷം. ഇത് 1000 എന്ന് പറഞ്ഞ നമ്പറിലേക്ക് വ്യൂവർഷിപ്പ് എത്തുമ്പോൾ ടൈം മാറിയിരിക്കും. ഇനി 1 hour അല്ല, ഫോൺടെക്കിൻ്റെ 1 ക്ലാസ് 2 hour ഉണ്ടാവും. അതുപോലെ തന്നെ ഈ ഒഴിവുള്ള തിങ്കൾ, ബുധൻ, വെള്ളി ഒഴിവുള്ള ദിവസങ്ങളിലും ക്ലാസ് നടത്തേണ്ട ഒരു പ്ലാനിങ് കാര്യങ്ങളെല്ലാം ചെയ്യുന്നുണ്ട്. അതിനെക്കുറിച്ച് എല്ലാ ദിവസവും ക്ലാസ് വേണമെന്നുള്ള അതിനെക്കുറിച്ചുള്ള അഭിപ്രായം നിങ്ങൾ ഈ വീഡിയോയുടെ താഴെ കമൻറ്റ് ചെയ്യുക.